ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വേറൊരു സാമ്പാർ റെസിപ്പി നമ്മുടെ ചാനലിൽ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ കുറച്ചായിട്ട് ഓണസദ്യ വിഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് വറുത്തരക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ 4 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതൊരു പാനിലിട്ടുകൊണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ വറുത്തരക്കേണ്ടതൊക്കെ ഒരുമിച്ചിട്ടല്ല, ഓരോന്നായിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. തനിയെ റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കാരണം ഓരോന്നിൻ്റെയും റോസ്റ്റിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരുമിച്ച് ചേർക്കുന്നില്ല, ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, സാമ്പാർ തിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പൊക്കെ ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉലുവ കൂടുതലായാൽ കയ്പ്പ് രുചി വരും, അതുകൊണ്ട് ഇത്ര മാത്രം മതിയാവും. ഉലുവ എടുത്ത് വെച്ചതിന് ശേഷം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലൊന്നും ഒഴിക്കാതെ ആദ്യം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ ഒരു നനവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ വറ്റൽമുളക് ചേർക്കാനൊന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വറ്റൽമുളക് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 5 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വറ്റൽമുളകൊന്ന് വഴറ്റിയെടുക്കാം. വറ്റൽമുളക് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമുക്ക് തേങ്ങയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1-2 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. മൂന്ന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ കളർ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. തേങ്ങ ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായം പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചൂടിൽ കായം ഫ്രൈ ആയിട്ട് വന്നോളും, റോസ്റ്റായിട്ട് വന്നോളും. ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ ഒരുമിച്ച് ചേർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് ചൂടാറിയാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ പുളി ഒന്ന് കുതിർത്ത് വെക്കണം. ഈ ഒരു സൈസിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കണം. 1/2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ആ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കുക്കർ 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ ഒന്ന് കംപ്ലീറ്റ് മാറിയതിന് ശേഷം തുറന്ന് നോക്കാം. പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. കാണാലോ അല്ലേ, ഇതുപോലെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ക്യാരറ്റും മുരിങ്ങക്കായും. അപ്പോൾ ഞാനിവിടെ 1 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 1 ക്യാരറ്റും. അപ്പോൾ അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഒരു വിസിലേ വരണ്ടു. അപ്പോൾ 1 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. കുക്കർ അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1-2 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഈ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം.
കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്കയും സവാളയും ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഞാനിവിടെ 4-5 വെണ്ടയ്ക്കയിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സാമ്പാറിലൊക്കെ വെജിറ്റബിൾസൊക്കെ എല്ലാം ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി എണ്ണം കുറക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ വഴുതനങ്ങയാണ് ചേർക്കുന്നത്. വീണ്ടും വഴറ്റിയെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ചേർത്തിട്ട് കൂടുതൽ സമയം വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. തക്കാളി ഉടഞ്ഞു പോകാനൊന്നും പാടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് കുക്കർ എടുത്ത് വെക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത മുരിങ്ങക്കായും ക്യാരറ്റൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ്. അതിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വറുത്തരച്ച തേങ്ങയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഞാനിവിടെ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കണം. സാമ്പാർ നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് കുറുകി വരട്ടെ. ഈ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറുകി വന്നിട്ടുമുണ്ട്. നമുക്കിതിനി എടുത്ത് വെക്കാം. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടാറിയാൽ വീണ്ടും കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കിത് എടുത്ത് വെക്കാം. വെജിറ്റബിൾസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ചല്ല കൂടുതൽ തന്നെ ചേർത്തോളൂ. മല്ലിയില ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒരു 30 മിനിറ്റ് എങ്കിലും നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം. അങ്ങനെ ആകുമ്പോഴാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടുന്നത്. തയ്യാറായ ഉടൻ തന്നെ നമ്മളിത് സെർവ് ചെയ്യുന്നതിന് പകരം ഇതൊരു 30 മിനിറ്റൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്